ഏറ്റവും ഒടുവിൽ അവരെ തേടി അവർ വരികയായി. അതെ, ക്രിസ്ത്യാനികളെ തേടി RSSൻ്റെ ഗുണ്ടകൾ, BJPയുടെ ഗുണ്ടകൾ ക്രിസ്ത്യാനികളെ തേടി എത്തുകയായി. മുസ്ലിം വിരോധം നാട്ടിൽ പ്രചരിപ്പിച്ചാൽ നിങ്ങളെ കൂട്ടി നിർത്താമെന്ന് പല അച്ഛന്മാരും ഉപദേശിച്ചിരുന്നു. ആ ഉപദേശം കുഞ്ഞാടുകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ എന്തായി? അവരുടെ ദൈവത്തിൻ്റെ മുന്നിൽ ഏറ്റവും ഒടുവിൽ അവരുടെ ചർച്ചുകൾ പൊളിക്കാൻ വേണ്ടി BJP സപ്പോർട്ട് ചെയ്യുന്നൊരു കാലം മുന്നിൽ കാണുമ്പോഴാണ് അവർ മനസ്സിലാക്കിയത് RSSൻ്റെ ചതി. ക്രിസ്ത്യാനികളോടൊപ്പം കേക്ക് മുറിച്ചിരുന്നവർ, ക്രിസ്ത്യാനികളുടെ ദൈവത്തിന് സ്വർണ്ണമാലയും മറ്റുമൊക്കെ നൽകിയവർ, ഇങ്ങനെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നൽകിയിട്ട് മുസ്ലിം വിരോധം ക്രിസ്ത്യാനികൾ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പം PC ജോർജിനെ പോലെയുള്ളവരൊക്കെ മുന്നോട്ട് വന്നു. അങ്ങനെ എല്ലാവരും മുസ്ലിം വിരോധരായി. ഏറ്റവും ഒടുവിലോ ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങൾ തന്നെ തകർക്കാൻ വേണ്ടി സംഘികൾ രംഗത്ത് വന്നപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് ഈ BJPക്കാർ, RSSകാർ ചെന്നായ്ക്കളാണ്, ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളായിരുന്നു, അവരുടെയും രക്തം ദാഹിച്ച് നിൽക്കുകയായിരുന്നു എന്നുള്ളത്. ഇത് അച്ഛന്മാർ പറയുന്നു തന്നെ കേട്ടു നോക്കിയേ. മെത്രാന്മാർ ഇതുവരെ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇവരെ പ്രീണിപ്പിക്കുകയും ഇവരുടെ കേക്ക് കഴിക്കുകയും ഇവരോട് പ്രധാനമന്ത്രിയോടൊത്ത് ക്രിസ്മസിന് ഈസ്റ്ററിനും പോയി കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തവരാണ്. അന്ന് ഇവരാരും ഓർത്തില്ലേ ഈ പ്രത്യയശാസ്ത്രം എന്താണെന്ന്? അവർക്കാർക്കും മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവിടെ ശക്തമായ മുസ്ലിം വിരോധം പടർത്തുന്നതും ആരാണ്? അതിനകത്ത് മെത്രാന്മാർ പോലും ഉണ്ട്. ഇതാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് ശണ്ടയുണ്ടാക്കിയാലേ BJPക്ക് വോട്ട് കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് വ്യക്തമായി അവർ കൃത്യമായി ഇവിടെ കേരളത്തിൽ മുസ്ലിം വിരോധം വർദ്ധിപ്പിച്ച തോതിൽ നിരന്തരമായി അത് പ്രൊപ്പഗാൻഡയിലൂടെ നടത്തുകയാണ്. ആ ഗതികേടിൽ ചെന്ന് വീഴുന്നവരായി മാറി മെത്രാന്മാരടക്കമുള്ള കത്തോലിക്ക അച്ഛന്മാർ പോലും. ഇതാണ് ക്രൈസ്തവർ നേരിടേണ്ട പ്രതിസന്ധി. ഇത് തിരിച്ചറിയാനുള്ള ബോധം, തിരിച്ചറിയാനുള്ള വിവേകം, രാഷ്ട്രീയം എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നഷ്ടമായിപ്പോയി എന്നാണ്. അവർ നിങ്ങളെ തേടിയും വരുമെന്ന് വിവരമുള്ളവർ പണ്ടേ പറഞ്ഞതാണ്. കാര്യസാധ്യത്തിനായി ഇസ്ലാം വിരോധം പ്രചരിപ്പിച്ച മതമേലധ്യക്ഷന്മാരും ഖാസയും ഇനിയും അത് തുടരുമോ?